മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ GST കുറച്ചൊരു Q3 കൂടി നന്നായാൽ ഒരു പക്ഷെ മാർക്കറ്റ് മുകളിപ്പോൾ നമ്മളെക്കാൾ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു FIs ആണെന്നുള്ള കാര്യത്തിന് ഡൗട്ട് ഒന്നുമില്ലല്ലോ. അവർ നല്ല വാല്യൂ ഒക്കെ നോക്കി നല്ല രീതിയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യൂ. അവർ സൊമാറ്റോയിൽ എന്ത് വാല്യുവേഷൻ കംഫർട്ട് കണ്ടിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്? നമ്മളിപ്പോൾ ഒരു യൂണിപോളാർ വേൾഡിലാണ്, അമേരിക്കയാണ് എല്ലാം തീരുമാനിക്കുന്നത്, ഡോളറിലാണ് എല്ലാ കച്ചവടങ്ങളും നടക്കുന്നത്. റെഗുലർലി IPOs വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ IPOs വരുമ്പോൾ ഒരു പ്രശ്നം എന്താണ്? എക്സ്ട്രാ ഫണ്ട് വരുന്നില്ല എങ്കിൽ IPOക്ക് ഫണ്ട് എവിടെ നിന്ന് എടുക്കും? ഇപ്പോൾ റിലയൻസ് ജിയോ ഇപ്പോൾ എവിടെ ഉണ്ട്? ഓൾറെഡി Nifty 50 ഉണ്ട്. റിലയൻസ് ജിയോ Nifty 50 പുറത്താവാൻ പോവാണ്. സുല്ലു പറഞ്ഞല്ലോ മാർക്കറ്റ് ഭയങ്കര ബെയറിഷാണ്, 21,000 എത്താൻ പോണു, 20,000 എത്താൻ പോണു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വലിയ ബെയറിഷ് ഒന്നുമല്ല, ചെറിയൊരു കറക്ഷൻ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ ബെയറിഷ്നെസ്സുകൾ ഉണ്ടെങ്കിലും അല്ലേ. ഞാൻ 21,000 എത്തുമെന്ന് പറഞ്ഞത് ഒരു മാസം കൊണ്ടൊന്നും അല്ല, ഓക്കെ, 5 വർഷം കൊണ്ടായിരിക്കും. അല്ല, മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടൊന്നുമില്ല. മാർക്കറ്റ് ഈസ് ബീറിഷ്. മാർക്കറ്റ് ബീറിഷ് ആയിരുന്നല്ലോ. മാർക്കറ്റ് ബെയറിഷ് ആണ്, പക്ഷേ ആ ലെവൽ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് 24,000 ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഒരു 24,400 ഒക്കെ വന്നെങ്കിലും ആ ലെവൽ കീപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ 2-3 പോഡ്കാസ്റ്റുകളായിട്ട് സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് പിടിച്ചു നിൽക്കാനുള്ള റീസൺസ് നിങ്ങളൊന്ന് നോക്കൂ. എത്ര പോസിറ്റീവ് ന്യൂസുകളാണ് മാർക്കറ്റിൽ വന്നത്, എന്നിട്ടല്ലേ ഈ പിടിച്ചു നിൽക്കുന്നത്. RR റിവേഴ്സ് റിപ്പോ റേറ്റ് വഴി 2 ലക്ഷം കോടി രൂപ പമ്പ് ചെയ്യുന്നു. GST കുറയ്ക്കാമെന്ന് പറയുന്നു. എക്സ്ട്രാ വേറെ രീതിയിൽ പമ്പ് ചെയ്യുന്നു. DIS ഇത്രയും മണി പമ്പ് ചെയ്യുന്നു. ഇത്രയൊക്കെ ചെയ്ത് ഇത്രയൊക്കെ പിടിച്ച് നിർത്തുന്ന ആരൊക്കെയോ പിടിച്ച് നിർത്തുന്ന ഒരു ഫീലാണ് എനിക്കുള്ളത്. സോ അൾട്ടിമേറ്റ്ലി ഉള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാം. ഇപ്പോൾ നവംബറോട് കൂടി US ആയിട്ടുള്ള കരാറ് പ്രാബല്യത്തിൽ വരും എന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അതൊരു നല്ലൊരു പോസിറ്റീവാണ്. ബട്ട് FIs വീണ്ടും ഇങ്ങനെ തന്നെ സെല്ല് ചെയ്യുമെങ്കിൽ അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് ബീറിഷ് ആകും. വേണമെങ്കിൽ നമുക്ക് മറ്റേ നിർമ്മലാജി പറഞ്ഞ പോലെ വലിയ ഇതിൽ പറയാം, ഞങ്ങൾ ഇന്ത്യക്കാരാടാ, ഞങ്ങൾക്ക് FIsനെ വേണ്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യൂട്യൂബ് വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടാം, ആൾ കളിച്ച് ഡയലോഗ് അടിക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇന്ത്യക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നേ പറ്റുള്ളൂ, അല്ലാതെ ഇന്ത്യ ഗ്രോ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ എന്താ പറയുക, കമ്പനികൾ അൾട്ടിമേറ്റ്ലി റിട്ടേൺസ് ജനറേറ്റ് ചെയ്യില്ല. ഇവിടെ വിദേശ നിക്ഷേപങ്ങൾ കൂടണം, അതിനുള്ള എല്ലാ രാജ്യങ്ങളും ശ്രമിക്കേണ്ടതും. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് അതാണ്. ഇല്ലെങ്കിൽ ഈ ബീറിഷ്നെസ് തുടരും. 21,000 എന്നൊക്കെ ചിലപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഒരു പെട്ടെന്നൊന്നും എത്തില്ലായിരിക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് ഒരു നല്ല വാല്യുവേഷനിലോട്ട് എത്തണമെങ്കിൽ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി വാല്യുവേഷനിലോട്ട് എത്തണമെങ്കിൽ ഇപ്പോൾ എപ്പോഴും പറയുന്നത് വാല്യുവേഷൻ കംഫർട്ട് ഇല്ല, വാല്യുവേഷൻ കംഫർട്ട്. ഈ എപ്പോഴാണ് ഈ വാല്യുവേഷൻ കംഫർട്ട് 21,000 വരുമ്പോൾ അപ്പോൾ വാല്യുവേഷൻ കംഫർട്ട് മാർക്കറ്റിൽ വരില്ല അല്ലേ? അതായത് നമ്മുടെ മാർക്കറ്റ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ സിൽവിയൊക്കെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊറോണയ്ക്ക് ശേഷമാണ്. അപ്പോൾ കൂടുതൽ നമ്മുടെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന 70% ആളുകളും ഈ പറഞ്ഞ കൊറോണയ്ക്ക് ശേഷം മാർക്കറ്റിൽ വന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്നറിയോ? ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം അബ്നോർമൽ റാലി നെക്സ്റ്റ് 3-4 ഇയേഴ്സ് അപ് ടു 2025 വരെ ഒരു നല്ലൊരു മാർക്കറ്റ് നിങ്ങൾ കണ്ടു. ഈ എക്സ്പെക്റ്റേഷൻ, ഈ ഒരു ബെഞ്ച് മാർക്കാണ് നിങ്ങൾ മാർക്കറ്റിൻ്റെ ബെഞ്ച് മാർക്കായിട്ട് കാണുന്നത്. അല്ലല്ല, ഞങ്ങൾ ഈ പറഞ്ഞ ശരിയാണ്. പക്ഷേ സെപ്റ്റംബറോട് കൂടി ഞങ്ങൾ ആ ഒരു കൺസെപ്റ്റ് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഞങ്ങളല്ല, നമ്മുടെ പുതിയ ട്രേഡേഴ്സ്. ഇപ്പം സുല്ലു പറഞ്ഞ പോലെ കൊറോണ കഴിഞ്ഞിട്ടാണ് വന്നെങ്കിൽ എനിക്ക് ആ കൊറോണയുടെ ഒരു റാലിയൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. അതായത് എല്ലാ സ്റ്റോക്കൊക്കെ അപ്പ് പോയ ആ റാലിയൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. കാരണം സെക്കൻഡ് റൗണ്ട് കിട്ടി. അതിനുശേഷം ഈ പറഞ്ഞ പോലെ മനസ്സിലുള്ള ബെഞ്ച് മാർക്ക് എന്താണെന്നറിയോ? ഇതാണ് ഈ പ്രശ്നം. മാർക്കറ്റ് അപ്പാവുന്നു, ചെറിയ കറക്ഷൻ, വീണ്ടും അപ്പാവുന്നു, വീണ്ടും കറക്ഷൻ, വീണ്ടും അപ്പം. അപ്പോൾ എല്ലാ വീഴ്ചയും തിരിച്ചു വരാനുള്ള വീഴ്ചയാണെന്നുള്ളൊരു ബെഞ്ച് മാർക്ക് മനസ്സിൽ പറയുന്നത്. എല്ലാ വീഴ്ചയും തിരിച്ചു വരില്ല എന്നാണ്. എല്ലാ വീഴ്ചയും പെട്ടെന്ന് ചിലപ്പോൾ തിരിച്ചു വരണം എന്നില്ല. അത് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം കാണുമ്പോഴാണ്, ഇപ്പോൾ ജപ്പാൻ മാർക്കറ്റ് 20 കൊല്ലമായിട്ടൊന്നും തിരിച്ചു പോലും വന്നിട്ടില്ല. പക്ഷെ അവരെന്ന് പറയുന്നത് ഓൾറെഡി ഗ്രോ ചെയ്ത് ആ ഒരു 92 ശേഷം അവരൊരു ഡെഡ് എക്കണോമി ആയിട്ട് മാറിയതുകൊണ്ടാണ്. ഓക്കെ, പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ, ഇനി നമ്മുടെ മാർക്കറ്റ് എന്നല്ല, ലോകത്തിലെ ഏത് മാർക്കറ്റാണെങ്കിലും സ്റ്റോക്കുകളിൽ വാല്യുവേഷൻ കംഫർട്ട് വന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഓക്കെ,
ഒരിക്കലും നമ്മളെക്കാൾ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു FIs ആണെന്നുള്ള കാര്യത്തിന് ഡൗട്ടൊന്നുമില്ലല്ലോ. ഇല്ല, അവർ നല്ല വാല്യൂ ഒക്കെ നോക്കി നല്ല രീതിയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യൂ. ദേ ഹാവ് ദെയർ ഓൺ പ്രിൻസിപ്പിൾസ്. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരുടേതായ ഇൻവെസ്റ്റ്മെൻറ്റ് തീമുകളും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസും ഉണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവർ സൊമാറ്റോയിൽ എന്ത് വാല്യുവേഷൻ കംഫർട്ട് കണ്ടിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് അറിയോ? സൊമാറ്റോനെ നിങ്ങൾ നോർമൽ ഇപ്പോൾ സൊമാറ്റോനെ ഒരിക്കലും നിങ്ങൾക്ക് കോൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പല ആളുകൾ സംസാരിക്കണായിട്ടുണ്ട്. കോൾ ഇന്ത്യയിലെ എല്ലാ ഇലക്ട്രിസിറ്റിയും കൊടുക്കാനുള്ള കോൾ ജനറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനിയാണ്. എന്നാൽ ഈ കോൾ ഇന്ത്യനേക്കാൾ വാല്യുവേഷൻ സൊമാറ്റോയ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും അംഗീകരിക്കാൻ എന്തോ മടിയാണ്. അത് കൊടുത്തേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ സൊമാറ്റോനെ കമ്പയർ ചെയ്യേണ്ടത് 2005 മുതൽ 2015 വരെയുള്ള ഫേസ്ബുക്ക്, ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് കമ്പനി വാല്യുവേഷൻ ഗെയിമായിട്ടാണ്. അപ്പോൾ ന്യൂജൻ കമ്പനീസിൻ്റെ വാല്യുവേഷൻ ഗെയിം ഈസ് ഡിഫറെൻറ്റ്. അതിനെ ഡിഫറൻ്റായിട്ട് തന്നെ പരിഗണിക്കുകയും ആ രീതിയിൽ അതിനെ പരിഗണിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കുകയും ചെയ്യണം. ഇത് ഒരിക്കലും നിങ്ങൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട കമ്പനീനെയും ഇപ്പോൾ കോൾ ഇന്ത്യക്ക് ഒരിക്കലും എന്തില്ല, ഇൻട്രൻസിക് വാല്യൂ കുറവായിരിക്കും. കാരണം എന്താണ്? അവർക്ക് ഫ്യൂച്ചറില്ല. അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആ രീതിയിൽ കാണണം. പക്ഷേ ഇവർക്കിടെ 1, 2, 3 ക്വാർട്ടർ റിസൾട്ടുകൾ പ്രോമിസിങ് അല്ല എങ്കിൽ ഉറപ്പാണ് ഈ വാല്യുവേഷൻ കംഫർട്ടൊക്കെ അവിടെ ഡൗൺ ആവും. ഈ ഗ്രോത്ത് നിന്നു. അപ്പോൾ ഗ്രോത്തിൽ വളരുന്നൊരു കമ്പനിയും ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മാത്രം പോകുന്നൊരു കമ്പനിയും ഒരേപോലെ അല്ല റീഡ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ വാല്യുവേഷനെ കാണാനായിട്ട്. അല്ലാതെ ഒരിക്കലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, ഇപ്പോൾ ഒരു മദ്യ കമ്പനി ഉണ്ടെന്ന് വിചാരിക്കും. മദ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഗ്രോത്ത് നമുക്ക് കാൽക്കുലേറ്റഡ് ആണ്. പക്ഷെ സൊമാറ്റോൻ്റെ ഗ്രോത്ത് കാൽക്കുലേറ്റഡ് പോലും അല്ല. അപ്പോൾ അത്രയും ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു ഇതിൽ കൊണ്ടുപോയി FIs ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഹൈ റിസ്ക് ഹൈ റിവാർഡ്. ഓക്കെ, ഇങ്ങനെ പോലല്ലോ അത്. പിന്നെ ഇങ്ങനെ ആലോചിച്ച് പണ്ട് ഫേസ്ബുക്കിലോ ഗൂഗിളിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നെങ്കിലോ, ടെസ്ലയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ. പക്ഷേ സുനിൽ പറയുന്ന വാല്യുവേഷൻ കംഫർട്ട് ഇല്ലെന്നാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നു. ഞാൻ പറയുന്ന വാല്യുവേഷൻ കംഫർട്ട് ഇപ്പോൾ Nifty 50 ടോപ്പ് കമ്പനികൾ എടുക്കുകയാണ്. ഇപ്പോൾ റിലയൻസ് എവിടം വരെ വളരും? എല്ലാ വർഷവും ചിലപ്പോൾ ഒരു 10-15% വളരും. നമുക്കറിയാം അതിനെക്കുറിച്ച്. ഏഷ്യൻ പെയിൻറ്റ്സിന് എന്ത് ലാഭം ഉണ്ടാകുന്നുള്ള കേസിൽ നമുക്കറിയാം. TCS എങ്ങനെയാണ് വളരാൻ പോകുന്നതിനെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ സൊമാറ്റോ ആണ് ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ കേസ്. സൊമാറ്റോ ചിലപ്പോൾ അടുത്ത തവണ ഒരു വിത്തിൻ 5 ഇയേഴ്സിൽ Nifty 50 ടോപ്പ് 5 കമ്പനീസിലോട്ട് വന്നേക്കാം. സോ സുനിലിന് ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ? ഉറപ്പ് പറയാൻ ആർക്കും പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞാൽ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ FIs വാല്യുവേഷൻ കംഫർട്ട് മാത്രം നോക്കിയിട്ടല്ല, അവർ ഫ്യൂച്ചറിസ്റ്റിക് നോക്കിയിട്ട് കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നവരല്ലേ? അതെ. പക്ഷെ മാർക്കറ്റിൽ കൂടുതൽ ഫണ്ട് പമ്പ് ചെയ്ത് ഇപ്പോൾ ഭയങ്കര ഔട്ട്ഫ്ലോ വരുന്നുണ്ടല്ലോ മാർക്കറ്റിൽ FIsൻ്റെ. ഇവർ തിരിച്ചു വരണമെങ്കിൽ ഇവർക്ക് നമ്മൾ FIsൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. 1 വർഷം 2 വർഷമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. റൈറ്റ്, ശരിയാണല്ലോ. സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങും പോയിട്ടില്ല. നിഫ്റ്റി എങ്ങും പോയിട്ടില്ല. സ്റ്റോക്സ് ഒക്കെ പലതും പോയിട്ടുണ്ട്. ഞാൻ നിഫ്റ്റിയുടെ ബേസിൽ പറയാണ്, അവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കും. 2 കൊല്ലമായിട്ട് അവർക്ക് 0 റിട്ടേൺ ഫ്രം ദ നിഫ്റ്റി. ഇതല്ല അവരുടെ പ്രോബ്ലം. 2 കൊല്ലം മുമ്പ് INRൻ്റെ റേറ്റ് എവിടെയായിരുന്നു? 80, 81, 82 രൂപയായിരുന്നു. ഇന്നോ 89 രൂപയാണ്. അവർക്ക് നിഫ്റ്റിയിലേക്ക് കൊണ്ടുവന്ന പൈസയിൽ നിന്ന് റിട്ടേൺ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കൊണ്ടുവന്ന പൈസ മൂല്യം കുറയുകയും ചെയ്തു. അപ്പോൾ അവർക്ക് വലിയൊരു നഷ്ടം അധികം സംഭവിച്ചിട്ടില്ലേ? സോ ഇതും ഒരു വലിയ പ്രോബ്ലമാണ്. അതിന് പകരം അവരൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഞാനാണ് FIA എന്ന് ആലോചിച്ച് നോക്കൂ. US ട്രഷറിയിൽ വെറുതെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എനിക്ക് 4% റിട്ടേൺ കിട്ടും. ഈ സാധനം അവിടെ ഇടാതെ ഞാൻ കഷ്ടപ്പെട്ട് ഈ പൈസ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അത് INR ആയേ. അങ്ങനെ കൊണ്ടുവരുന്ന പൈസ തന്നെ 10% കുറഞ്ഞു. 1 കോടി കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇത് 90 ലക്ഷമായിട്ട് കുറഞ്ഞു. ഈ 90 ലക്ഷത്തിന് 2 കൊല്ലമായിട്ട് ഒന്നും കിട്ടിയിട്ടുമില്ല. ഇത് പകരം അവിടെ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പം അത് 1 കോടി രൂപ, 1 കോടി 10 ലക്ഷം രൂപയായേനെ. ഇപ്പം എനിക്കപ്പോൾ എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഒരു 1 CR മാർജിൻ. അപ്പോൾ FIA ആ ഒരു തീരുമാനത്തിലേക്ക് വരുമെന്നാണ്? അതായത് ഇവിടെ അല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിനി അപ്ലൈ ഇടൂ. റൈറ്റ് വാല്യുവേഷൻ കംഫർട്ട് അവർക്ക് കിട്ടിയാൽ FIs സെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കറ്റ് താഴെ പോവാതെ ഗവൺമെന്റ് താങ്ങി നിർത്തുന്നു എന്നാണ് സുനിൽ പറയുന്നത്. അല്ല, DISന്റെ ഫണ്ട് ഭയങ്കര ഇൻഫ്ലുവൻസ്. പ്ലസ് നമ്മുടെ ഗവൺമെന്റ് ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സുകൾ മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഗവൺമെന്റും DISും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതുകൊണ്ടാണ് മാർക്കറ്റ് അവിടെ വലിയ പണ്ടത്തെ തൊട്ടൊരു വലിയ ഫാളൊന്നും വരാത്തത്. പണ്ടൊക്കെ FIs ഇങ്ങനെ വിൽക്കുകയാണെങ്കിൽ അബ്നോർമൽ ഫാള് നമ്മുടെ മാർക്കറ്റിൽ വന്നിരുന്നേനെ. പക്ഷെ വന്നിട്ടില്ല. നമ്മൾ ലേറ്റസ്റ്റ് ഡേറ്റ നോക്കാം. GST ഡേറ്റ പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു
ഇതിലെനിക്ക് വലിയ വിശ്വാസമുള്ള ഡേറ്റയല്ല ഇത് കറക്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോയ്ക്ക് ശേഷം ഇരുന്നിട്ട് നന്നായിട്ട് പഠിക്കുകയും വീക്കെൻഡിൽ നന്നായിട്ട് അനാലിസിസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഭയങ്കരമായിട്ട് കൂട്ടി എന്നുള്ളതാണ്. തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ ഗവൺമെൻറ് സ്പെൻഡ് ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ക്വാർട്ടറിൽ അതുകൂടി ചേർത്ത് എക്സ്ട്രാ ഗവൺമെൻറ് സ്പെൻഡ് വന്നപ്പോൾ ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ബൂമാണ് ഈ പറഞ്ഞ GDP ഗ്രോത്തിൻ്റെ ഒരു റീസൺ. മറ്റെല്ലാ സെക്ടേഴ്സിലും അല്ലെങ്കിൽ മറ്റെല്ലാ ഏരിയയിലും GDP ഗ്രോത്ത് ഇല്ല, കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ് സ്പെൻഡിലാണ് ഈ പറഞ്ഞൊരു കുതിച്ചാട്ടം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് GDPയിൽ ആ ഒരു കുതിച്ചാട്ടം വന്നത്. അല്ലാതെ ഒരു അബ്നോർമലായിട്ടുള്ളൊരു ബെനിഫിറ്റ്സ് ഒന്നും അതിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇനിയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം, ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്, ക്യാഷ് ഫ്ലോ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് GST കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ Q3 ഏണിങ്സ് കൂടും. ഈ വാല്യുവേഷൻ കംഫർട്ട് എന്ന് പറയുന്നത് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ മാത്രം ആണെന്നും വിചാരിക്കേണ്ട. എന്ത് തന്നാൽ മതി, നല്ല ഏണിങ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാല്യുവേഷൻ കംഫർട്ട് വരും. അതെ, ഇത് എനിക്ക് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമുണ്ട്. HDFC ബാങ്കും HDFC ലിമിറ്റഡ് മേർജ് ചെയ്ത സമയത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് HDFC പറക്കാൻ പോവുകയാണെന്ന്. പക്ഷെ നമ്മളെയൊക്കെ ഇതാക്കിക്കൊണ്ട് HDFC താഴെയാണ് പോയത്. 2 കൊല്ലം ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ എൻ്റെ അടുത്ത് HDFC വേണ്ടതായി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുനിലിൻ്റെ അടുത്ത് ഞാൻ ഒരു സജഷൻ ചോദിച്ചു. അപ്പോൾ സുനിൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂ ആണ്. വൺസ് ഇവരുടെ റിസൾട്ട് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ HDFC ബാങ്ക് തിരിച്ചു വരും. അത് പറഞ്ഞിട്ട് ഒരു 2-2.5 കൊല്ലമായിട്ടുണ്ട്. 2 കൊല്ലം എടുത്തു. പക്ഷേ സുനിൽ പറഞ്ഞ കറക്റ്റ് തന്നെയായിരുന്നു. തിരിച്ച് 2000-ലോട്ട് ബൗൺസ് ചെയ്ത് എൻ്റെ അത് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. 949 വരെ. അത് ആക്ച്വലി എന്താണ്, അത് എക്സ്പെൻസുകൾ കുറയണം. സുനിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാല്യുവേഷൻ കംഫർട്ട് ഒരു ഇഷ്യൂ ആണ്. പക്ഷേ ഗവൺമെന്റും DIS ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടെന്ന്. എത്ര ഫണ്ട് ഇങ്ങോട്ട് പമ്പ് ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു കറന്റ് മാർക്കറ്റിനെ പിടിച്ചെടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ വേറൊരു റീസണും ഇല്ലാതെ മാർക്കറ്റ് ഫാൾ ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കും. നമ്മൾ മേജർ ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് നമ്മുടെ മാർക്കറ്റിൽ സ്റ്റിൽ ഉണ്ട്. ഇതൊന്നും സോൾവ് ചെയ്യാതെ നമ്മളൊരു സസ്റ്റെയിൻ ഗ്രോത്ത് ആണ് നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചുമ്മാ കുറച്ചാൾ ഒരു 2-3 മാസം ബൗൺസ് കിട്ടുന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു കണ്ടിന്യൂസ് സസ്റ്റെയിൻ ഗ്രോത്ത് ഇനി എന്ന് വരും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താണ് പ്രധാനപ്പെട്ട പ്രോബ്ലം? ഒരു ഇച്ചിരി ബൗൺസ് ആകുമ്പോഴേക്കും നമ്മുടെ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആവുകയാണ്. അപ്പോൾ അതിന് എന്താണ് മാറേണ്ടത്? ഏണിങ്സ് ഭയങ്കരമായിട്ട് വരണം. ഏണിങ്സ് വന്നാൽ മാത്രമാണ് നമുക്കൊരു 30,000, 40,000, 50,000 നിഫ്റ്റി പോകണ്ടേ. പോകണമെന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വേണം? ഇവിടെ വാല്യുവേഷൻ കംഫർട്ട് വേണം. അപ്പോൾ ഏണിങ്സ് കൂടണം. ഏണിങ്സ് ഇപ്പോൾ ഒരു 9-10% ഉള്ളത് 14-15% ഗ്രോ ചെയ്യണം. അതിനുവേണ്ടിയിട്ടാണ് GST കുറച്ച് കൊടുത്തിരിക്കുന്നത്. ബിസിനസ് കൂടണം, അതായത് ലാഭം കൂടണം, ഓട്ടോമാറ്റിക്കലി. മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ GST കുറച്ചൊരു Q3 കൂടി നന്നായാൽ ഒരുപക്ഷെ മാർക്കറ്റ് മോളിൽ പോകും. പക്ഷെ ഇവിടെ അടുത്ത ഇഷ്യൂ വരുന്നത് എവിടെയാണ്? US കയറ്റുമതിയിൽ വരുന്ന ഇഷ്യൂ ആണ്. USൻ്റെ ട്രംപുമായിട്ടുള്ള ഇഷ്യൂസാണ്. ഇതുകൊണ്ട് നമ്മുടെ പല കമ്പനികൾക്കും എന്ത് ഇഷ്യൂ വരും? ഏണിങ്സിൻ്റെ ഇഷ്യൂ വരും. US കയറ്റി അയക്കാൻ പറ്റില്ലാത്തതിൻ്റെ ഇഷ്യൂ വരും. നമ്മളിപ്പോൾ എത്രയൊക്കെ ബദൽ കണ്ടു എന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ഇൻഡയറക്റ്റ്ലി US ബന്ധപ്പെട്ടുള്ള പല കൺട്രീസും ഇന്ത്യനെ ഒരു 2ാം തരക്കാരായിട്ട് കാണുകയും നമ്മുടെ ബിസിനസ്സുകൾ അത് ബാധിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. കാരണം നമ്മളിപ്പോൾ ഒരു യൂണിപോളാർ വേൾഡിലാണ്. അമേരിക്കയാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഡോളറിലാണ് എല്ലാ കച്ചവടങ്ങളും നടക്കുന്നത്. അമേരിക്കനെ അങ്ങനെ ഒറ്റയടിക്കുന്ന ആർക്കും മാറ്റിവെക്കാൻ പറ്റില്ല. ഇന്നലെ ഇന്ത്യ പോയിട്ട് ചൈനയുടെ കൂടെയും റഷ്യയുടെ കൂടെയാണ് കൂടി ഞങ്ങളങ്ങോട്ട് തകർക്കുമെന്നൊന്നും പറഞ്ഞാൽ ഒന്നും ആവത്തില്ല. ഓക്കെ, ബ്രിക്സ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിലോട്ട്, ഇല്ലയെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊരു 5 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അടുത്തൊരു 10-20 കൊല്ലം കൊണ്ട് ഇന്ത്യയും ചൈനയും പ്ലാൻ ചെയ്ത് ഒന്നിച്ച് നിന്ന് തീർത്ത് റെഡിയാക്കി എടുക്കേണ്ട കുറേ കാര്യങ്ങൾ വേൾഡിലുണ്ട്. അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ തിരിച്ച് നമ്മുടെ മാർക്കറ്റിലോട്ട് വരികയാണെങ്കിൽ മറ്റ് അധികം ആൾക്കാർ സംസാരിച്ച് കേൾക്കാത്തൊരു കാര്യമുണ്ട്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. കൂടുതൽ ഫണ്ട് ഇങ്ങോട്ട് വരും. എത്ര ലിക്വിഡിറ്റി നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ വന്നു, അത് കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ IPOs ഗവൺമെൻറ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. IPOs ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബിയർ മാർക്കറ്റ് ആയതുകൊണ്ട് വലിയവരായിട്ട് IPO ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, റെഗുലർലി IPOs വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ IPOs വരുമ്പോൾ ഒരു പ്രശ്നം എന്താണ്? എക്സ്ട്രാ ഫണ്ട് വരുന്നില്ല എങ്കിൽ IPOയ്ക്ക് ഫണ്ട് എവിടെ നിന്ന് എടുക്കും?
എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യും, എന്നിട്ട് IPO അപ്ലൈ ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് മാർക്കറ്റിൻ്റെ ഒരു സെൽ ഓഫ് ഉണ്ടാവാനുള്ള റീസണാണ്. കൂടുതൽ പുതിയ IPOs വരുന്നത് നല്ലതാണ്, പക്ഷേ ഈ IPOസിൽ ന്യൂ ഫണ്ട് വേണം വരാൻ. ഉള്ള പ്രോഫിറ്റ് എടുത്തിട്ട് മാറ്റുന്ന പരിപാടി അത്ര നല്ല പരിപാടിയല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ടാറ്റ ക്യാപിറ്റലിൻ്റെ IPO വരുന്നുണ്ട്, അതുപോലെ തന്നെ NSEയുടെ IPO വരുന്നുണ്ട്. ഇങ്ങനെ വലിയ IPOs വരുന്നുണ്ട്. അപ്പോൾ ഈ വലിയ IPOs വരുമ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, വലിയ സ്റ്റോക്കുകളിൽ നിന്ന് പോലും പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ IPOസിലോട്ട് മാറാം. ഇപ്പോൾ നിഫ്റ്റിയിൽ മറ്റൊരു മേജർ ഇതുള്ളത് റിലയൻസ് ജിയോ ലിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ റിലയൻസ് ജിയോ ഇപ്പോൾ എവിടെ ഉണ്ട്? ഓൾറെഡി Nifty 50-ലുണ്ട്, റിലയൻസിൻ്റെ ഉള്ളിൽ Nifty 50-ലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്? റിലയൻസ് ജിയോ Nifty 50-ന്ന് പുറത്താവാൻ പോവാണ്. പുതിയ IPO ആയിട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും Nifty 50 അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് പറ്റും? ഈ പറഞ്ഞ ആളുകൾ റിലയൻസ് സ്റ്റോക്കിനെ ജിയോ സ്പ്ലിറ്റ് ചെയ്ത് ഇവർക്ക് എല്ലാവർക്കും കിട്ടുമ്പോൾ ഇൻഡെക്സ് ഫണ്ട് ഉൾപ്പെടെയുള്ളവർക്കിടയിൽ ഈ ജിയോ കൂടി ആടാവും പോലെ ഇവരെന്ത് ചെയ്യും? ഇവർക്കതൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ആസ് പെർ റൂൾ അനുസരിച്ച് Nifty 50 ഇൻഡെക്സ് ഫണ്ടുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ജിയോനെ സെല്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ചെറിയൊരു ഡൗൺഫാൾ എക്സ്ട്രാ ഉണ്ടാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എത്ര ശതമാനം ഉണ്ടാകുന്നൊന്നും ഞാൻ കാൽക്കുലേറ്റഡ് അല്ല. ഒരു 0.5 to 1% ആയിരിക്കും ചിലപ്പോൾ ജിയോൻ്റെ ഒരു വെയിറ്റേജ്, അതിൽ താഴെയുള്ള വെയിറ്റേജ് ആയിരിക്കും മിക്കവാറും വരിക. പക്ഷേ അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ പുതിയ IPOs വരുന്നത് മേജർ ഇൻഡെക്സുകൾക്ക് ഒരു ചെറിയ നെഗറ്റിവിറ്റി ഉണ്ടാക്കാം. പക്ഷേ ഞാൻ പറയുന്നത് കൂടുതൽ നല്ല കമ്പനികൾ IPO ആയിട്ട് വരികയും അത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് പൈസ കൊണ്ടിടാൻ സ്റ്റോക്കുകൾ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും മാർക്കറ്റ് മുകളിൽ പോകുന്നു, വാല്യുവേഷൻ ഓവറാകുന്നു. പക്ഷേ മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ടെങ്കിൽ കൂടുതൽ ഫണ്ടുകൾ വരുമ്പോൾ ഈ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ആയിക്കൊണ്ട് വാല്യുവേഷൻ ഇഷ്യൂ വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യ ചെയ്യേണ്ടത് കൂടുതൽ IPOകൾ വരണമെന്നുള്ളതാണ്. നമ്മൾ നേരെ ടെക്നിക്കൽ അനാലിസിസിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24,580 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ചൊവ്വാഴ്ച എക്സ്പയറി ആയതിൻ്റെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ, അതാണ് ആരും അറിയാത്തത്. അതായത് നിഫ്റ്റിയുടെ എക്സ്പയറി വ്യാഴാഴ്ചയിൽ നിന്ന് ചൊവ്വാഴ്ചയ്ക്ക് ഷിഫ്റ്റ് ചെയ്തു. സെൻസെക്സ് എടുത്ത് വ്യാഴാഴ്ച വെച്ചു. സെൻസെക്സും ചൊവ്വാഴ്ച തന്നെയല്ലേ? അല്ലല്ല, സെൻസെക്സ് വ്യാഴാഴ്ച ഷിഫ്റ്റ് ചെയ്തു. ചെയ്യാത്ത ആളാണ്. അങ്ങനെയാണോ വന്നിരിക്കുന്നത്? ഞാൻ വായിച്ച കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടും ചൊവ്വാഴ്ച തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ശരിയാണല്ലേ? സെപ്റ്റംബർ 4 സെൻസെക്സിന്റെ എക്സ്പയറി. അതായത് നാളെ വ്യാഴാഴ്ച നാളെയല്ല, മറ്റന്നാ. നാളെ വ്യാഴാഴ്ച. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു നിഫ്റ്റിയും സെൻസസ് ഒറ്റ ദിവസമല്ല. അപ്പൊ അതെന്താ അങ്ങനെ ചെയ്ത്? BSE സമ്മതിച്ചു അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. BSE അത് ഇവര് തമ്മിൽ എന്തെങ്കിലും ഇതുണ്ടാവും. ഇത് സെൻസെക്സ് നിഫ്റ്റി NSE BSE ഇഷ്യൂ ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അപ്പം NSEയുടെ എക്സ്പയറി, അതായത് Nifty 50യുടെ എക്സ്പയറി ചൊവ്വാഴ്ചയും സെൻസെക്സിന്റെ എക്സ്പയറി വ്യാഴാഴ്ചയായിട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. നിഫ്റ്റിക്ക് കുറേ നാൾ വ്യാഴാഴ്ച ഇരുന്ന് ബോറടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ വാട്ടെവർ. ഇതിപ്പോൾ ഞാൻ പോലും ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്തതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിഫ്റ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ആളാണ്. സെൻസെക്സിൽ ഞാൻ അങ്ങനെ ട്രേഡ് ചെയ്യാറില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ചൊവ്വാഴ്ച കഴിഞ്ഞു. ഇനി അടുത്ത എക്സ്പയറി അടുത്ത ചൊവ്വാഴ്ചയാണേ. നാളെ ഇനിയിപ്പോൾ അടുത്ത ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇടയിൽ ശനി ഞായറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അടുത്ത 3 ദിവസം മേജർ ട്രേഡ്സൊന്നും ചെയ്യാൻ ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല. കാരണം വാല്യുവേഷൻ ഇഷ്യൂസ്, മൂവ്മെൻറ്റിൻ്റെ ഇഷ്യൂസ്, ഡെൽറ്റയുടെ ഇഷ്യൂസൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാനിനി ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യാൻ മിക്കവാറും തിങ്കളാഴ്ച ആയിരിക്കും. ഫൈൻ. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ സെൻസെക്സിൽ ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ട്രൈ ചെയ്യണമെങ്കിൽ അവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് ഒരു മാസം ഇരുന്ന് അതിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കി അതിൻ്റെ പ്രീമിയം മൂവ്മെൻറ്റ് നോക്കിയിട്ടൊക്കെ ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചുകൊണ്ടൊന്നും ഞാൻ ട്രേഡ് ചെയ്യാൻ എന്തായാലും സെൻസെക്സിലോട്ട് പോകുന്നില്ല. ബട്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സൊക്കെ ഒക്കെ ഫൈൻ. പക്ഷേ കഴിഞ്ഞ 2 weeks ആയിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഫേസ് സെല്ല് ചെയ്യുന്നുണ്ടല്ലേ, മാർക്കറ്റ് വീഴുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 months അല്ല, ഫേസ് കുറേ നാളുകളായിട്ട് തന്നെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ പുട്ട് ട്രേഡേഴ്സ് അത്യാവശ്യം പ്രോഫിറ്റ് വാരുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അല്ലേ? പുട്ട് മാത്രമല്ല എന്ന് എനിക്ക് തോന്നുന്നു, മാർക്കറ്റ് മേജർ ട്രെൻഡ് പുട്ടായതുകൊണ്ടാണ്. പക്ഷേ സ്പൈക്ക് കിട്ടുന്നുണ്ട്, ലൈക്ക് പ്രീമിയം സ്പൈക്കുകൾ റെഗുലർ ഫാള് വരുമ്പോൾ പുട്ടിലത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. പക്ഷെ ലീനിയർ ഡീക്കേ ഉണ്ട് മാർക്കറ്റിൽ, അൺവാണ്ടഡ് സ്പൈക്കുകളില്ല. ഇപ്പം ജെയിൻ സ്ട്രീറ്റിൻ്റെ ഇല്ലായ്മയാണ് ഇതിൻ്റെ ഗുണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റൊക്കെ ആണെങ്കിൽ
അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്പൈക്കുകൾ ഉണ്ടാക്കും. ഇപ്പോൾ പലരും പറയും ജെയിൻ സ്ട്രീറ്റ് എന്ത് തെറ്റാ ചെയ്തത്, അവർക്കിടയിൽ ഫണ്ട് ഉണ്ടായതുകൊണ്ടല്ലേ എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല അതിനെ റീഡ് ചെയ്യേണ്ടത്. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇവർ അൺവാണ്ടഡ് സ്പൈക്കുകൾ പ്രൈസ് ആക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്ഷൻ പ്രീമിയത്തിൽ സ്പൈക്കുകൾ അടിപ്പിക്കും. ഈ സ്പൈക്കുകൾ ആക്ച്വലി ഉണ്ടാകുമ്പോൾ ബയ്യേഴ്സിൻ്റെ എസ്എല്ലുകളാണ് ഹണ്ട് ചെയ്യുക. ഇതിപ്പോൾ ഇല്ല. ഇതിപ്പോൾ ബയ്യേഴ്സിന് കുറച്ചുകൂടി ലീനിയറായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഡയറക്ഷണൽ ട്രേഡേഴ്സിന് നല്ല, ഇപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഇന്നലെ മാർക്കറ്റ് മുകളിൽ പോയി. ഇന്നലെ മാർക്കറ്റ് തുടക്കം മുകളിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരുവിധം എല്ലാ ആൾക്കാർക്കും, ആദ്യം തന്നെ പ്രൈസ് ആക്ഷൻ നോക്കുന്ന ആൾക്കാർക്ക് പറയും ഇത് ടെമ്പററി മൂവ്മെൻ്റ് ആണ്, ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഈസ് വെയിറ്റിംഗ് എന്നറിയാം. അത് വെയിറ്റ് ചെയ്ത് ഇന്നലെ ആ ഫാള് മിക്ക ആൾക്കാർക്കും സുഖമായിട്ട് കിട്ടി എന്നുള്ളതാണ്. പക്ഷേ തലേ ദിവസം അത് മുകളിൽ പോയിട്ട് പൊട്ടിച്ചില്ല. തിങ്കളാഴ്ച പിടിച്ച് നിർത്തി, ചൊവ്വാഴ്ച ഉച്ചവരെയും പിടിച്ച് നിർത്തി, ഉച്ച കഴിഞ്ഞിട്ടാണ് പൊട്ടിച്ചത്. അപ്പം അത്രയും പേഷ്യൻസും എല്ലാം ഉണ്ട് എങ്കിൽ, മേജർ ട്രെൻഡിന് മാത്രം ട്രേഡ് ചെയ്യാനാണ് ഇരിക്കുന്നതെങ്കിൽ നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തരുന്നുണ്ട്. അബ്നോർമൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ 5-6 ഐ തിങ്ക് ഫെബ്രുവരി ഇറ്റ് സെൽഫ് മാർക്കറ്റ് തരുന്നുണ്ട്. ഇത് അടിപൊളി മാർക്കറ്റാണ്. വിക്സ് കുറവാണെന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതുകൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്കറ്റിൻ്റെ ചെറിയൊരു പിക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞാൽ ചൊവ്വാഴ്ചത്തേക്ക് ഇത് ഷിഫ്റ്റ് ആയതിൻ്റെ ചേഞ്ചസ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ടെക്നിക്കലി 24,400 350 റേഞ്ചിൻ്റെ താഴത്തോട്ട് വന്നാൽ ഫർദർ നല്ല ഫാൾ കിട്ടും. സുനിലിൻ്റെ പേര് കറക്റ്റാണ് നിങ്ങൾ ഇട്ടത്. തന്നെയാണ്. അപ്പോൾ എന്നിരുന്നാലും ഞാൻ ബുള്ളിഷ് ആവുന്ന സമയത്ത് ബുള്ളിഷ് ആകുമെന്ന് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. മാർച്ച് 20 മുതൽ മാർക്കറ്റ് ബുള്ളിഷ് ആവുമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ആ മൂവ്മെന്റ് താഴെ നിന്ന് ബാങ്ക് നിഫ്റ്റി ഫുൾ ട്രേഡ് ചെയ്ത ആളാണ്. ബേറിഷ് ആയതൊന്നുമല്ല, മാർക്കറ്റ് ബേറിഷ് ആയതുകൊണ്ട് ഞാനും ബേറിഷ് ആയതാണ്. ചുമ്മാ 48,000 മുതൽ ഇല്ല, അങ്ങനെയല്ല, ബാങ്ക് നിഫ്റ്റി 48,000 മുതൽ എവിടം വരെയാണ്, ആ ടോപ്പ് എൻഡ് വരെ ഏകദേശം 56,000 റേഞ്ച് വരെ നമ്മൾ റാലി ചെയ്ത് പിടിച്ചാണ്. അതൊക്കെ ശരിയാണ്. മാർച്ച് 20 ബേറിഷ് എന്ന് വിളിച്ചാൽ എന്താ, ബേറിഷ് ആയതുകൊണ്ടല്ലേ ബേറിഷ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും ഓണത്തിൻ്റെ ആഴ്ചയൊക്കെയാണ്. എല്ലാവർക്കും നല്ല പ്രോഫിറ്റുകൾ എടുക്കാനായിട്ട് ഈ വീക്ക് സാധിക്കട്ടെ എന്ന്. ചുമ്മാ ട്രേഡ് ചെയ്തതിന്റെ ഫ്രണ്ടിൽ ഇരിക്കാതെ ഓണൊക്കെ അടിച്ചു പൊളിക്കും. ഇന്നലെ സുനിലിന് അതുകൊണ്ട് ആ ഫാള് കിട്ടിയില്ല. സുനിൽ ഓണം അടിച്ചു പൊളിക്കാൻ പോയി ആ ഫാള് എനിക്ക് ഇച്ചിരി കിട്ടിയുള്ളൂ. അതെ, അല്ലെങ്കിൽ സുനിൽ അതിന്റെ വിഷമമുണ്ട്, സദ്യ ഗുണം വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ ട്രേഡ് ടോക്സിന് ഓണാഘോഷമൊക്കെ ഇന്നലെ അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ ഇനി ആണെങ്കിൽ നമ്മുടെ സിൽബിയുടെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ക്ലിപ്പൊക്കെ നമുക്ക് വീഡിയോൻ്റെ താഴ്ത്തിടാം. ഉണ്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ചെന്ന് കണ്ടാൽ മതി സിൽബി പോലെ ട്രേഡ് ടോക്സ് എന്ന ഐഡിയയിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഈ വായിച്ച ഓണമൊക്കെ അടിച്ചു പൊളിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ട്രേഡ് ടോക്സിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.